വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ഒരു അധ്യാപകന്റെ കണ്ണീർ കുറിപ്പാണ്. തന്റെ വിദ്യാർത്ഥി ആദിൽ അഫ്ഷാന്റെ ഓണപരീക്ഷയുടെ ഉത്തരക്കടലാസ് പരിശോധിച്ച് മാർക്കിട്ട ശേഷമാണ് അധ്യാപകൻ സിദ്ദിഖ് പൂളപ്പൊയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത്. A+ മാർക്ക് വാങ്ങിയെങ്കിലും ആ ഉത്തരക്കടലാസ് കൈനീട്ടി സന്തോഷത്തോടെ വാങ്ങാൻ ആദിലില്ലെന്ന സത്യം ഉള്ളിൽ വിങ്ങലായി നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ മാതാപിതാക്കന്മാരും വായിക്കേണ്ട സിദ്ദിഖിന്റെ പോസ്റ്റ് വൈറലാകുന്നത്. കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയ ആദിലിന്റെ മരണവാർത്തയാണ് പിന്നെ വീട്ടുകാർ അറിഞ്ഞത്. വിറയ്ക്കുന്ന കൈകളാലാണ് ആദിൽ അഫ്ഷാന്റെ ഉത്തരപേപ്പറിലൂടെ എന്റെ ചുവപ്പ് മഷിപ്പേന കടന്നുപോയതെന്ന് സിദ്ദിഖ് പറയുന്നു. ആവർത്തിച്ചു വായിച്ചു. എന്നിലെ തെറ്റ് കാണിച്ചു തരുവാൻ അവനില്ലെന്നറിയാം. A+ മാർക്കിന് അർഹനായവൻ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ മാർക്കിടുന്ന ആദ്യ അനുഭവം. എന്തുപറ്റി നമ്മുടെ മക്കൾക്കെന്നും സിദ്ദിഖ് ചോദിക്കുന്നു. എന്റെ പിതാവും ഞാനും 40 വയസ്സിന്റെ അന്തരമുണ്ട്. ചിന്തയിൽ 10 വയസ്സേ കാണൂ. 90% ഇഷ്ടങ്ങളിലും ഞങ്ങളിൽ സാമ്യതയുണ്ട്. എന്നാൽ 20 വയസ്സ് വ്യത്യാസമുള്ള നമ്മുടെ അനിയന്മാരും മക്കളും ചിന്തയിൽ 50 വയസ്സിന്റെ അന്തരം കാണിക്കുന്നു. ഗുണത്തിനും നന്മയ്ക്കും പറയുന്നതെല്ലാം നമ്മുടെ വിവരദോഷമായിട്ടാണോ അവർ കാണുന്നത്? എവിടെയോ പിഴവ് സംഭവിച്ച പോലെ. ശാസനകൾ ഭയന്ന് അവർ നമ്മളെ ഒളിക്കുന്നു. പക്ഷേ രീതികളിൽ മാറ്റം വരുത്തിയെങ്കിലും അവരെ നമുക്ക് ചേർത്ത് പിടിച്ചേ പറ്റൂ എന്നാണ് സിദ്ദിഖ് പറയുന്നത്. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് എളേറ്റിൽ MJ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിൽ കടലിൽ മുങ്ങിയാണ് മരിച്ചത്. സ്കൂളിലെ സഹപാഠികൾക്കൊപ്പമാണ് തിരുവോണ ദിവസം ആദിൽ ബീച്ചിലെത്തിയത്. കുളി കഴിഞ്ഞ് എല്ലാവരും കയറിയ ശേഷം 2 കുട്ടികൾ അവസാന റൗണ്ട് മുങ്ങലിനായി ഒന്നുകൂടി കടലിൽ ഇറങ്ങിയതായിരുന്നു. വലിയൊരു തിരയിൽ ഒരു കുട്ടി കരയിലേക്കും ആദിൽ അഫ്ഷാൻ കടലിലേക്കും തെറിച്ചു. അടുത്ത ദിവസം രാവിലെയാണ് ആദിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.